ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് സൺഡേ ആണ്. നമ്മൾ രാവിലെ തന്നെ സാൻജിയുടെ കാര്യങ്ങളൊക്കെ നോക്കാമെന്ന് കരുതി കേട്ടോ. പനിയൊക്കെ നല്ല കുറവുണ്ട്. കുറേ പേര് മെസ്സേജ് അയച്ച് ചോദിച്ചിരുന്നു. അപ്പോഴത്തേക്കിനും മാളും അമ്മയും കൂടെ വന്നിരുന്നു. സാൻജി ആണെങ്കിൽ പോയി സ്നേഹപ്രകടനങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ. എനിക്കാണെങ്കിൽ അവളൊരു കാപ്പിയൊക്കെ ഇട്ട് തന്നു. കാപ്പിയല്ല, കട്ടൻ കാപ്പി, കട്ടൻ ചായയൊക്കെ കുടിച്ച് ഞാൻ കുറേ സമയം അവിടെ ഇരുന്നു. അപ്പോഴത്തേക്കിനും പയർ, പിന്നെ ദാ പുട്ട് ഒക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് മുട്ടയും പയറും പുട്ടും കോൺ പുട്ടാണേ, അതൊക്കെ ആയിട്ട് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിക്കാം. എന്നിട്ട് നമുക്ക് അടൂര് വരെ പോകണം കേട്ടോ. ഞാൻ മൈക്കും കാര്യങ്ങളൊക്കെ എടുത്ത് സെറ്റ് ചെയ്ത് വെച്ചു. അപ്പോഴത്തേക്കിനും ആൾ പെട്ടെന്ന് എന്തൊക്കെയോ കഴിച്ചിട്ട് റെഡിയായി നേരെ ഞങ്ങൾ അടൂരോട്ട് പോവാണ് കേട്ടോ. ഇന്നവിടെ ഒരു ഡീകണക്റ്റ് എന്ന് പറഞ്ഞ മൊബൈൽ ഷോപ്പിൻ്റെ ഒരു ഷൂട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളവിടെ വെച്ച് അരവിന്ദ് വ്ളോഗ്സിനെയൊക്കെ കണ്ടു. പുള്ളിയോട് സംസാരിച്ചു കുറേ കാര്യങ്ങളൊക്കെ. എന്നിട്ട് നമ്മൾ തിരിച്ച് വന്നു കേട്ടോ. ഉച്ചയൊക്കെ ആകാറായി തിരിച്ച് വന്നപ്പോഴത്തേക്കും. വീട്ടിൽ വന്നിട്ട് ലഞ്ചും കാര്യങ്ങളൊക്കെ കഴിച്ചു കേട്ടോ. ചോറും പയറും ഒക്കെ ആയിട്ട് കഴിച്ചു. അപ്പോഴത്തേക്കും കണ്ണൻ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കണ്ണനുമായിട്ട് കുറേ സമയം സംസാരിച്ചു. അവർ പോയപ്പോഴത്തേക്കിനും നമ്മുടെ ഫിഗോയുടെ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് ഞാൻ നേരെ വർക്ക്ഷോപ്പിലോട്ട് പോകുമായിരുന്നേ. അപ്പോഴത്തേക്കും ഭയങ്കര കാറ്റും മഴയും ഒക്കെ ആയി. ഞാൻ പിന്നെ മഴയത്തിങ്ങ് ഇറങ്ങി, സമയം കളയണ്ടല്ലോ. സുനിയേട്ടൻ്റെ വീട്ടിൽ നിന്ന് പോയി പൊക്കി കേട്ടോ. പുള്ളിയെ വിളിച്ച് നേരെ അവിടെ ചെന്നപ്പോഴത്തേക്കിനും അവിടെ പെയിൻ്റ് അടി കഴിഞ്ഞിട്ടില്ല. പിന്നെ ഞങ്ങൾ കുറച്ച് സമയം കൂടെ അവിടെയൊക്കെ വെളിയിൽ കറങ്ങാമെന്ന് കരുതി പോയൊരു ചായയൊക്കെ കുടിച്ചു. ചായയും റോബസ്റ്റോ പഴമൊക്കെ കഴിച്ചേ. അത് കഴിഞ്ഞിട്ട് വന്നപ്പോഴത്തേക്കിനും വണ്ടിയുടെ പണിയൊക്കെ ഏകദേശം എല്ലാം കഴിഞ്ഞു. നല്ല രാത്രിയായിരുന്നേ. കുറച്ച് അല്ലറ ചില്ലറ പണികൾ സുനിയേട്ടൻ്റെ വീട്ടിലിട്ട് ചെയ്യാമെന്ന് കരുതി സുനിയേട്ടൻ അവിടോട്ട് വണ്ടി കൊണ്ടുപോയി. ഞാനാണെങ്കിൽ തിരിച്ചു വരുന്ന വഴിക്ക് ദോശയും സാമ്പാറും ഓംലേറ്റും ഒക്കെ കഴിച്ചിട്ട് വീട്ടിൽ വന്നിട്ട് കുറച്ച് സമയം ടി വിയും കാര്യങ്ങളൊക്കെ കണ്ടു. എന്നിട്ട് പോയി കിടന്ന് നേരെ ഉറങ്ങി. അപ്പോൾ ഓക്കെ, ബൈ ബൈ.